ഇന്നത്തെ റെസിപ്പി കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും കേട്ടോ. കാര്യം ഞാനൊരു തവണ ഞെട്ടിയതാണ്, ഇനി ഒന്നുകൂടെ ഞെട്ടാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞ് ഞെട്ടിക്കും. എന്താണെന്നറിയോ, ഈ കിടന്ന് തിളയ്ക്കുന്ന ഈ സാധനത്തിൻ്റെ പേരാണേ കോപ്പർ കോയിൻ. കോപ്പർ കോയിൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാനും കഴിച്ചിട്ടില്ല, ആദ്യമായി കഴിക്കുകയാണ്. പക്ഷേ ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. ഒന്ന് രണ്ട് വട്ടം ഈ റെസിപ്പി തയ്യാറാക്കുമ്പോൾ ഞാൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി, ആരോ ഇല്ലേ ഇവിടെ എന്ന് തോന്നി. എന്താ കാര്യം എന്നറിയോ? കാര്യത്തിന് മുമ്പ് കേട്ടോ ഈ ലീഫിനെ പറ്റി പറയട്ടെ. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റേ ആ ഒരു പല ഇലകളില്ലേ, ആ ഇലയൊക്കെയായിരിക്കും എന്ന്. ഇതൊന്നുമല്ല സംഭവം. എന്താണെന്നറിയോ, ഇത് ഇന്തോനേഷ്യൻ ചൈനീസ് ആയുർവേദ ഔഷധങ്ങളിൽ കാണപ്പെടുന്ന ഒരു സസ്യമാണ് പെന്നിവോട്ട്. ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സെൻട്രല ഏഷ്യാറ്റിക്ക എന്നാണ്. തായ് ഭാഷയിൽ ഇതിനെ ബായ് ബുവ ബോക്ക് എന്നാണ് വിളിക്കുന്നത്. ജൽബ്രാഹ്മി ആയുർവേദത്തിൽ ജീസു സാവോ എന്ന് ചൈനീസ് ഭാഷയിൽ. പിന്നെ ഈ ചെടിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്നറിയോ? ഇന്ത്യൻ പെന്നിവോട്ട്, ഏഷ്യാറ്റിക് പെന്നിവോട്ട്, മാഷ് പെന്നി, ഹൈഡ്രോ കോട്ടൽ, എങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. വേറൊരു പേരെന്താ അറിയോ? ഗോട്ടുകോല എന്നാണ്. ഈ ലീഫ് മിക്ക ഏഷ്യൻ പാചകക്കുറിപ്പുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് ഗോട്ടുകോലയുടെ ജന്മദേശം. അവിടെ ചായ, ജ്യൂസ്, സാലഡ്, അങ്ങനെ സ്മൂത്തികളിൽ വരെ ഈ ഒരു ലീഫ്, അതായത് നമ്മുടെ ഈ ഒരു കോപ്പർ കോയിൻ ഉപയോഗിക്കുന്നുണ്ട്. പെന്നിവോട്ട് സ്നോ അക്യുമുലേഷൻ ഹെർബ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് മഞ്ഞ് സംഭരിക്കുന്ന സസ്യം. അങ്ങനെ ഒരു പേര് കൂടി ഈ ചെടിക്കുണ്ട്. ഈ ചെടിയുടെ ഇലകൾ ഓവർലാപ്പിംഗ് നാണയങ്ങളെ പോലെ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? കോപ്പർ കോയിൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കോപ്പർ കോയിൻ എന്ന് പറയുന്ന ലീഫ് ഞാൻ നമ്മുടെ ബാംഗ്ലൂർ ബൊമ്മനഹള്ളി വഴി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ റോഡിൽ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ലീഫിൻ്റെ, സാധാരണ അറിയാമല്ലോ സൊപ്പ് എന്ന് വിളിച്ചിട്ട് ഒത്തിരി ലീഫ് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെന്ത് സൊപ്പാണ്, ഇയാളൊരു പ്രത്യേക രീതിയിലാണല്ലോ ഇത് വിളിക്കുന്നതെന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയതാ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് വേറെ ബ്രഹ്മി ലീഫൊക്കെ മാതിരി വേറെ എന്തെങ്കിലും സാധനമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചത് എന്താ സംഭവം എന്ന്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, ഇതിൻ്റെ പാചകത്തിലോട്ടും പോകണമല്ലോ. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും നമുക്ക് ഇലയിലോട്ടൊന്ന് കടക്കാം. ഇലയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് ചതച്ച് മാറ്റി അവിടെ വൃത്തിയാക്കി വയ്ക്കുക. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ലീഫ് മാത്രമായിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ടിടാം. നല്ല രസം കേട്ടോ. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയെന്ന് പറയില്ലേ, കാര്യം എന്താ അറിയോ? ക്യാരറ്റിൻ്റെ മണം. ഈ വീട്ടിൽ ക്യാരറ്റ് ഇല്ല, ഞാൻ ക്യാരറ്റ് മേടിച്ചിട്ടില്ല. ബൊമ്മനഹള്ളിയിൽ നിന്ന് ഞാനിന്ന് ക്യാരറ്റ് മേടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഈ വീട്ടിൽ ക്യാരറ്റിൻ്റെ മണം? ഈ ലീഫിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, ഈ ലീഫിന് ക്യാരറ്റിൻ്റെ മണമാണ്. ഈ ലീഫ് ഈ കൈ കൊണ്ട് തൊട്ട നിമിഷം മുതൽ എനിക്ക് ഈ വീട്ടിൻ്റെ എവിടേക്കോ ക്യാരറ്റിൻ്റെ ഒരു ആത്മാവ് ഒളിഞ്ഞിരിക്കുന്ന മാതിരി തോന്നുന്നുണ്ട്. ഇത് എന്താപ്പാ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2-3 വട്ടം വിചാരിച്ചു, ഇതെന്താ നല്ല ക്യാരറ്റിൻ്റെ മണം വരുന്നുണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റിൻ്റെ സ്മെല്ലാണ് ഈ ഒരു ലീഫിന്. അപ്പോൾ ഈ ലീഫ് നന്നായിട്ട് കഴുകിയെടുക്കണം. നിറയെ മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ശരിയാട്ടോ. കോപ്പർ കോയിൻ്റെ മാതിരി നല്ല വട്ടത്തിലാണ്, കാണാൻ നല്ല രസമുണ്ട്. ഇനി നമുക്ക് എന്തെന്നറിയോ, നമുക്ക് ഇന്നതൊരു ഡിഷാക്കി എടുക്കണമല്ലോ. അപ്പം നമ്മുടെ സാധാരണ ഡിഷിലോട്ട് ഇതിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ കടുകൊക്കെ തളിച്ചെടുത്താലും ടേസ്റ്റാണ്. കാര്യം എന്താ അറിയോ? ക്യാരറ്റിൻ്റെ മണമാണ്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ക്യാരറ്റിൻ്റെ മണമാണ്. പക്ഷേ ഇത് നമുക്ക് ഇതെങ്ങനെ വേവിക്കണമെന്ന് അറിയണമല്ലോ. അപ്പോൾ സാധാരണ വേകുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ക്യാരറ്റ് വേകാൻ എടുക്കുന്ന ആ ഒരു സമയമില്ല, അതുമാതിരി കുറച്ച് സമയം മതി ഇതും വെന്തെടുക്കാനായിട്ട്. കട്ട് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സ്മെല്ല് നോക്കിയേ, സ്മെല്ല് വരില്ലേ ക്യാരറ്റിൻ്റെ? തിരിഞ്ഞു നോക്കണ്ട കേട്ടോ, അതാ ഇവിടുത്തെ സ്മെല്ലാണ്. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി സൂപ്പറാക്കി ആദ്യം എടുക്കുക. പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. നല്ല എന്താ പറയുന്നത്, ഫ്രഷ് ആയിട്ടുള്ള ലീഫാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ടക്ക് എന്നുള്ള സൗണ്ടൊക്കെ ഇല്ല, ആ ഒരു സൗണ്ടോട് കൂടിയിട്ട് വരുന്നൊരു ലീഫാണ്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചെടുക്കാം. ഇതാണ് കോപ്പർ കോയിൻ ലീഫ്. അടിപൊളിയായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കട്ട് ചെയ്തത് മീൻസ് അരിഞ്ഞ് എടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചേർക്കാം. അതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ഒരു റെസിപ്പിയാക്കി എടുക്കണം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ടും ആ ഒരു ചതച്ചെടുത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. വീണ്ടും ഞാനും തിരിഞ്ഞ് നോക്കിപ്പോയി കേട്ടോ, എന്തൊരു സ്മെല്ലാണ് ക്യാരറ്റിൻ്റെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു അപരം എന്നൊക്കെ പറയാം. പക്ഷേ കാണാൻ ക്യാരറ്റിൻ്റെ യാതൊരു വിധ കളറും ഇല്ല. ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് നല്ല പടപടപടോന്ന് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ചുവന്നമുളക് ചേർക്കാം. ചുവന്നമുളകും ചേർത്തതിനെ അധികം ഒന്നും ഇതാക്കണ്ട, പച്ചമുളകിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ചേരുവയും കാര്യങ്ങളൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വെക്കേണ്ടത്. കാര്യം ഈ ലീഫ് ഒന്ന് വെന്ത് കിട്ടണം. ഇത് ഞാൻ മേടിക്കുമ്പോൾ തന്നെ ആ കടയിലെ ആൾ പറഞ്ഞു ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചെറിയ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കടുക് താളിച്ചിട്ട് ഇതിനെ മിക്സ് ചെയ്താൽ മാത്രം മതി. ആളെന്നോട് പറഞ്ഞെന്താ അറിയോ, ഇത് വെറുതെ കടുക് താളിച്ച് മിക്സ് ചെയ്ത് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ശരിക്കും ക്യാരറ്റിൻ്റെ എന്തോ ഒരു റെസിപ്പി വരുന്ന മാതിരി നമുക്ക് വീട് ഫുള്ള് ക്യാരറ്റിൻ്റെ മണമായിരിക്കും. ശരിയാണ്, നല്ല ക്യാരറ്റിൻ്റെ സ്മെല്ലാണ്. എന്നിട്ട്
അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ തേങ്ങ മിക്സൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, ക്യാരറ്റിൻ്റെ അതേ ടേസ്റ്റ്, അതേ മണം, എന്താ ഒരു ഭംഗി മാത്രമല്ല ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ശരിക്കും ഞെട്ടിപ്പോവും. കണ്ണടച്ച് കുറച്ച് ചോറിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാരറ്റ് തോരൻ കഴിച്ച പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാജിക്, കോപ്പർ കോയിൻ എന്ന് പറയുന്ന ആ ഒരു ലീഫിൻ്റെ മാജിക്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു ലീഫാണ്, ഒരുപാട് ഔഷധങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല സാലഡ്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് സാലഡ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു തവണ അങ്ങനെ കാണിക്കാം കേട്ടോ. സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഈ സാധനം ചെയ്തിട്ടുണ്ടല്ലോ, ആൾക്കാർ ക്യാരറ്റ് എവിടെ നിന്നറിയാൻ വേണ്ടി തപ്പി തിരിഞ്ഞ് നോക്കും. അത്രയും ക്യാരറ്റിൻ്റെ സ്മെല്ലാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ഇല്ലാതെ ക്യാരറ്റിനൊരു അപരൻ, അതാണ് നമ്മുടെ കോപ്പർ കോയിൻ വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി. കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.